വാൽസിംഗ്ഹാം ഓർഡിനറിയേറ്റിന്റെ ആദ്യത്തെ ബിഷപ്പായി ഡേവിഡ് വാലന്ററിന്റെ മെത്രാഭിഷേകം നടന്നു. ജൂൺ 22 ശനിയാഴ്ച ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടന്നത്. വത്തിക്കാനിലെ വിശ്വാസ പ്രബോധനത്തിനു വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുന്ന മെത്രാന്മാരെയും വൈദികരെയും സ്വാഗതം ചെയ്യുന്നതായി 2011 ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ കാലത്ത് സ്ഥാപിതമായ ഓർഡിനേറിയന്റെ ഭാഗമായുള്ള ശുശ്രൂഷകളാണ് ശനിയാഴ്ച നടന്നത്. ബെനഡിക്ട് പാപ്പ അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ സ്ഥാപിച്ചതാണ് പേഴ്സണൽ ഓർഡിനറിയേറ്റ് ഓഫ് അവർ ലേഡി ഓഫ് വാൽസിംഗ്ഹാം. കത്തോലിക്ക സഭയുമായി കൂട്ടായ്മയിൽ ഏർപ്പെട്ടിട്ടുള്ള ആംഗ്ലിക്കൻ സഭാംഗങ്ങളായിരുന്നവരുടെ ഒരു രൂപത പോലെയുള്ള ഘടനയാണിത്. മോൺസിഞ്ഞൂർ കീത്ത് ന്യൂട്ടന്റെ പിൻഗാമിയായി അവർ ലേഡി ഓഫ് വാൾഡിഹാമിന്റെ ആദ്യത്തെ ബിഷപ്പായാണ് ഡേവിഡ് വാലർ നിയമിതനായിരിക്കുന്നത്. മോൺസിഞ്ഞൂർ കീത്ത് വൈദികനായിരുന്നെങ്കിലും വിവാഹിതനായതിനാൽ മെത്രാൻ പട്ടം ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ നിരവധി ആംഗ്ലിക്കൻ ബിഷപ്പ്മാരാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത്. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ഓർഡിനേറിയേറ്റ് ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് 15 മുൻ ആംഗ്ലിക്കൻ മെത്രാന്മാരെങ്കിലും കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 2021 മാത്രം 4 മെത്രാന്മാരാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത്. ഇതിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട മൈക്കിൾ നാസർ അലിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ ഇംഗ്ലണ്ടിലെ വെയിൽസിൽ മോൺമൗത്ത് ആംഗ്ലിക്കൻ രൂപതയുടെ മെത്രാനായിരുന്ന റിച്ചാർഡ് പെയിൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നുവരികയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. നാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.